ഹായ് നമസ്കാരം. നമ്മുടെ സ്പോർട്സ് ടോക്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 24, 2025 നമ്മുടെ ഫുട്ബോൾ അപ്ഡേറ്റ് ആണ്. അപ്പോൾ നമുക്കറിയാം, ഈ ആഴ്ച ലോകത്തിലെ എല്ലാ പ്രധാനപ്പെട്ട ലീഗ് ടൂർണമെൻറ്റുകളിലും മത്സരങ്ങളുണ്ടായിരുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം, ഏറ്റവും ജനപ്രിയമായ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ആഴ്ച ശ്രദ്ധേയമാകാൻ പോകുന്ന മത്സരങ്ങൾ ഒന്ന് നോട്ടിംഗ്ഹാം ഫോറസ്റ്റും ന്യൂകാസിൽ യുണൈറ്റഡും തമ്മിലായിരിക്കും, മറ്റൊന്ന് അസ്റ്റൺ വില്ലയും ചെൽസിയും തമ്മിലായിരിക്കും, മറ്റൊന്ന് ലിവർപൂളും മാഞ്ചസ്റ്റർ സിറ്റിയും തമ്മിലായിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നോട്ടിംഗ്ഹാം ഫോറസ്റ്റിനെ 3-4 ഗോൾക്ക് ന്യൂകാസിൽ യുണൈറ്റഡ് പരാജയപ്പെടുത്തി ന്യൂകാസിൽ യുണൈറ്റഡ് പോയിൻ്റ് പട്ടികയിൽ 5ാം സ്ഥാനത്തേക്ക് കയറിയിട്ടുണ്ട്. മറ്റൊരു മത്സരത്തിൽ ചെൽസി 2 ഗോളിന് അസ്റ്റൺ വില്ലയോട് പരാജയപ്പെട്ടു. അസ്റ്റൺ വില്ലയ്ക്ക് 2 ഗോളുകൾ നേടിയത് ഈ കഴിഞ്ഞ മാസം മാത്രം ടീമിലെത്തിയ, അത് ഒരാൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നിന്ന് റാഷ്ഫോർഡ് എത്തിയിട്ടുണ്ടായിരുന്നു, റയൽ മാഡ്രിഡിൽ നിന്ന് അസെൻസിയോ എത്തിയിട്ടുണ്ടായിരുന്നു. അവർ രണ്ടുപേരും ചേർന്നാണ്. റാഷ്ഫോർഡിൻ്റെ അസിസ്റ്റുകളിൽ നിന്ന് അസെൻസിയോ ഗോളുകൾ നേടി. ഏതായാലും ഈ രണ്ടുപേരും ചേർന്നാൽ നമുക്കറിയാം, UEFA ചാമ്പ്യൻസ് ലീഗിലും പ്രീമിയർ ലീഗിലുമൊക്കെ മറ്റ് ടീമുകൾക്ക് ഭീഷണി സൃഷ്ടിക്കുമെന്ന് ഈ ഒരു ഒറ്റ പ്രകടനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ലീഗിൽ ഒന്നാമത് നിൽക്കുന്ന ലിവർപൂളും നിലവിലുള്ള ചാമ്പ്യന്മാരായ മാഞ്ചസ്റ്റർ സിറ്റിയും തമ്മിലായിരുന്നു. നമുക്കറിയാം, എതിരില്ലാത്ത 2 ഗോളുകൾക്ക് സിറ്റിയെ ലിവർപൂൾ പരാജയപ്പെടുത്തി, അതും സിറ്റിയുടെ മൈതാനത്ത് വെച്ച്. ലിവർപൂളിന് വേണ്ടി ഗോളുകൾ നേടിയത് ഒന്ന് മുഹമ്മദ് സാലായും മറ്റത് സ്ലോബോസ്ലാവും ആണ്. അവർ രണ്ടുപേരും തന്നെയാണ് പരസ്പരം അസിസ്റ്റും നൽകിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കറിയാം, സാധാരണ മത്സരം തോറ്റു കഴിഞ്ഞാൽ പെപ്പ് ഗാർഡിയോള മുടി പിടിച്ചു വലിക്കാറുണ്ട്, ശരീരത്തിൽ പല ഭാഗത്തും മുറിവുണ്ടാക്കാറുണ്ട്, അങ്ങനെ പലപ്പോഴും എക്സെൻട്രിക്കായിട്ട് പെരുമാറാറുണ്ട്. എന്നാൽ ഇപ്രാവശ്യത്തെ മത്സരത്തിന് ശേഷം പരാജയപ്പെട്ടതിന് ശേഷം അദ്ദേഹം വളരെ ഹാപ്പി ആയിരുന്നു. അദ്ദേഹം പറഞ്ഞത്, മത്സരത്തിൽ കളിച്ചതൊക്കെ ചെറുപ്പക്കാരായിരുന്നു, അവർ നമുക്ക് നല്ല പ്രോമിസിങ് ആയ രീതിയിലാണ്, അതായത് അടുത്ത വർഷമൊക്കെ അവർ നല്ല രീതിയിൽ കളിക്കും എന്നുള്ളൊരു സന്തോഷം പകരുന്ന രീതിയിലാണ് കളിച്ചതെന്നാണ്. അപ്പോൾ നമുക്കറിയാം, സ്റ്റാർട്ടിംഗ് 11-ൽ 30 വയസ്സ് കഴിഞ്ഞ 2 പേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായ കെവിൻ ദി ബ്രൂയിനും, രണ്ടാമത് ഡിഫൻഡറായ ആക്കയും, പിന്നെ ഗോളി എഡേഴ്സണും 30 വയസ്സായിട്ടുണ്ട്. ബാക്കി എല്ലാവരും 24 വയസ്സുള്ളവരാണ്. അവരുടെ ശരാശരി പ്രായം എന്ന് പറയുന്നത് 23 വയസ്സിലും താഴെയായിരുന്നു. അപ്പോൾ കളിക്ക് ശേഷം അദ്ദേഹം 20 വയസ്സുള്ള കുസാനോവിനെയും 20 വയസ്സുള്ള സാവിന്യോനെയും 23 വയസ്സ് താഴെയുള്ള ഡോക്കുവിനെയൊക്കെ പ്രത്യേകം പേരെടുത്ത് തന്നെ പ്രശംസിച്ചു. അതേപോലെ സ്ഥിരമായി പരിക്ക് പറ്റുന്നവരെയും സ്ഥിരമായി ക്ഷീണമുള്ളവരെയൊക്കെ ടീമിൽ നിന്ന് ഒഴിവാക്കും എന്ന് അദ്ദേഹം മത്സരശേഷം പറയുകയും ചെയ്തു. അപ്പോൾ ഇത് സീനിയർ താരങ്ങളായ ഡി ബ്രൂയിനും ബെർണാർഡോ സിൽവക്കും ഗുണ്ടോഗാനും ഒക്കെ ഉള്ള ഒരു മുന്നറിയിപ്പായിട്ടാണ് മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിച്ചത്. അതുകൊണ്ട് തന്നെ ജൂണിന് ശേഷം സിറ്റി ഒരു ചെറുപ്പക്കാരുടെ ടീമായി മാറും എന്നാണ് നമുക്ക് തോന്നുന്നത്. അതിനുള്ള ഒരുക്കങ്ങളായിരുന്നു ഇന്നലെയൊക്കെ കണ്ടത്. ഇനി മറ്റ് അപ്ഡേറ്റുകളെ പറ്റി പറയുകയാണെങ്കിൽ, നമുക്കറിയാം, സ്പാനിഷ് ലീഗിൽ നമുക്കറിയാം മുൻനിരയിലുള്ള 3 ടീമുകളും ഈ ആഴ്ച വിജയം നേടിയിട്ടുണ്ട്. ഇപ്പോൾ അതുകൊണ്ട് പോയിൻ്റ് പട്ടികയിൽ മാറ്റമൊന്നുമില്ല. ബാഴ്സലോണ 1ാം സ്ഥാനത്തും റയൽ മാഡ്രിഡ് 2ാം സ്ഥാനത്തും അത്ലറ്റിക്കോ മാഡ്രിഡ് 3ാം സ്ഥാനത്തുമാണ്. ഇറ്റാലിയൻ ലീഗിലാണെങ്കിൽ 1ാം സ്ഥാനത്തുണ്ടായിരുന്ന നാപ്പോളി പരാജയപ്പെട്ടു, 2ാം സ്ഥാനത്തുള്ള ഇന്റർ മിലാൻ വിജയിക്കുകയും ചെയ്തു. അങ്ങനെ അവർ സ്ഥാനങ്ങൾ വെച്ചു മാറിയിട്ടുണ്ട്. ഇനി സൗദി പ്രോ ലീഗിൽ നമുക്കറിയാം, ജൂനിയർ നെയ്മർ പോയതിന് ശേഷം അദ്ദേഹം അധികം മത്സരം കളിച്ചിട്ടൊന്നുമില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റേതായ ടീമായ അൽ ഹിലാൽ പോയിൻ്റ് ഡ്രോപ്പ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 1ാം സ്ഥാനത്തുള്ള അൽ ഇത്തിഹാദാണ്, കരീം ബെൻസീമയുടെ ടീമാണ്. അപ്പോൾ ഈ ആഴ്ച നടന്ന മത്സരത്തിൽ അൽ ഇത്തിഹാദ് അൽ ഹിലാലിനെ പരാജയപ്പെടുത്തി. മാത്രമല്ല, കരീം ബെൻസീമ ഗോളടിക്കുകയും ചെയ്തു. ഈ നിലത്തെ ഗോളോടുകൂടി അദ്ദേഹം ഇപ്രാവശ്യത്തെ ഗോൾ സ്കോറർമാരുടെ പട്ടികയിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് ഒപ്പം എത്തുകയും ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ സ്വന്തം ISLൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, നമുക്കറിയാം, മോഹൻ ബഗാൻ കേരള ബ്ലാസ്റ്റേഴ്സിനെ ഈ ആഴ്ച പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല, അവർ ഗ്രൂപ്പ് ഘട്ടത്തിൽ 2 മത്സരങ്ങൾ അവശേഷിക്കെ തന്നെ ചാമ്പ്യന്മാരാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഫുട്ബോൾ അപ്ഡേറ്റ് പറയാനുള്ളത്. അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വരുന്നവരെ നമസ്കാരം. താങ്ക് യു.